നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാസി സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലയിൽ കളർകോട് നിന്നും അമ്പലപ്പുഴ വരെയുള്ള ആറുവരിപ്പാതയുടെ പുതിയ അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത്. KCC ബിൽക്കോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചാണ്. ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പറവൂർ വരെ. പറവൂർ കഴിഞ്ഞാൽ പിന്നെ വിശ്വസമുദ്ര കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത ദിവസം കഴിഞ്ഞ ഞായറാഴ്ചയാണ് 23/2/2025 എടുത്ത വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ, അതായത് ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞേച്ച് അമ്പലപ്പുഴ വരെയുള്ളൊക്കെ വീഡിയോ എടുത്തു കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും KCC ബിൽക്കോൺ പണി തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് പണി ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനവും പിന്നെ മുമ്പോട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നെ പഴയ റോഡ് ഇവിടെ പകുതിയോളം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം KCC ബിൽക്കോൺ തുറവൂരിൽ നിന്നും നമ്മൾ തെക്കോട്ട് വരുന്ന വഴിക്കും പിന്നെ ഇവിടുന്ന് വടക്കോട്ട് പോകുമ്പോൾ ഉള്ള വഴിക്കും പണി നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്കിപ്പം ഇടതുഭാഗത്ത് ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെയൊക്കെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി നേരെ കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ പറവൂർ ഭാഗത്തോട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ വലതുഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുത്തിട്ടിപ്പം 2-3 ദിവസമായി. അപ്പം കുറേശ്ശെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇവിടെ കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ബോക്സ് കൾവർട്ടാണ് നമ്മളിതാണ്ട് ഇപ്പം മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ AVSൻ്റെ ഹോട്ടലിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. അപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതിയോളം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പകുതിയുടെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റും പിന്നെ ബാക്കിയുള്ള പണികളുമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മുതലാണ് പിന്നെ വിശ്വസമുദ്രയുടെ കരാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പറവൂർ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പം വലതുഭാഗത്ത് ഇവിടെ രണ്ട് സൈഡിലൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് തന്നെ അവിടെ മണ്ണൊക്കെ ഒരുവിധം ലെവലാക്കിയിട്ടിരിക്കുന്ന കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി വിശ്വസമുദ്രയുടെ പണിയാണ് മുമ്പോട്ട് പോകുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി വിശ്വസമുദ്രയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് പിന്നെ നേരെ മുമ്പോട്ട് കപ്പക്കട ഭാഗത്തോട്ടാണ് വരുന്നത്. പിന്നെ അവിടെയാണ് ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ഇവിടെ ഇപ്പം കുറച്ച് നാളായിട്ട് അത്യാവശ്യം സ്ലോവിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് പണികൾ ഇവിടെ പൂർത്തിയാവാനുണ്ട്. രണ്ട് സൈഡിലുമൊക്കെ ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ പണികൾ ഇങ്ങനെ അലങ്കോലം പോലെ നമുക്കിവിടെ ഈ ഒരു ഭാഗം പറവൂർ കഴിഞ്ഞേച്ച് പിന്നെ പുന്നപ്പറ ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ട നമ്മളിവിടെ കപ്പക്കട ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ സ്മാൾ വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന. പകുതിയോളം കഴിഞ്ഞു. നമ്മൾ പറവൂർ ഭാഗത്ത് ഒരു ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ നമ്മളിനി നേരെ മുമ്പോട്ട് നേരെ പോവുകയാണ്. നമ്മളിപ്പം നേരെ വന്ന് അറുവകാട് സ്കൂളിൻ്റെ അടുത്തൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് പിന്നെ പുന്നപ്പറ അണ്ടർപാസ് എത്തുന്നത്. ഇവിടുത്തെയൊക്കെ പണി ഏകദേശം ഇത്രത്തോളം കഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടപ്പോഴും ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ തന്നെയാണ് ദൃശ്യങ്ങളിലുള്ളത്. വലിയ പിന്നെ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം അറുവകാട് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് നമ്മളിപ്പം എത്തിയിരിക്കുന്നത്. ഇടതുഭാഗത്തായിട്ട് കാണുന്നതാണ് അറുവകാട് സ്കൂള്. അപ്പം ഇത് കഴിഞ്ഞേച്ച് പിന്നെ നേരെ മുമ്പോട്ട് പുന്നപ്പറ ഭാഗത്തായിട്ട് എത്തുമ്പം അവിടെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു വശത്തായിട്ട് ഈ ഒരു സ്ഥലത്തായിട്ട്, അതായത് അണ്ടർപാസ് എത്തുന്നതിന് മുമ്പും അത് കഴിഞ്ഞും പിന്നെ രണ്ട് സൈഡിലും ഇനി റീവാൾ ബ്ലോക്ക് ഉയർത്തുക, മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണികളാണ് നടക്കേണ്ടത്. അത് ഇനിയും തുടങ്ങാനുണ്ട്. അതിൻ്റെ ഒന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. നമ്മളിനി നേരെ KCB സബ്സ്റ്റേഷൻ ഭാഗത്തേക്കാണ് പോകുന്നത്, പുന്നപ്പറ. അപ്പം ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പം മണ്ണിട്ട് ഉയർത്തേണ്ട പണികളാണ് ഇനി ഇവിടെ നടക്കാനുള്ളത്. പിന്നെ കുറച്ച് സർവീസ് റോഡിൻ്റെ പണിയും കൂടെ ഇവിടെ നോക്കിയിട്ട് ഇടതുഭാഗത്തും വലതുഭാഗത്തും ഒക്കെ ആയിട്ട് തീരാനായിട്ടുണ്ട്, അണ്ടർപാസ് വരുന്ന ഭാഗത്ത്. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പം നമ്മുടെ പഴയ റോഡ് പകുതിയോളം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണവും കുറച്ചൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പം ഇവിടെ ഇടതുഭാഗത്ത് കുറച്ച് നീളത്തിലായിട്ട് ടാർ ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കായംകുളം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങളും അവിടുന്ന് ഇങ്ങോട്ട് എറണാകുളം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങളും ഒക്കെ ഇപ്പം ഇടത്തെ സൈഡിൽ നമ്മളിപ്പം ടാർ ചെയ്ത് കാണുന്ന ഈ ഒരു ഭാഗത്തുകൂടിയാണ് ഇപ്പം കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. വലതുഭാഗത്ത് ഇപ്പം മണ്ണടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്ന പണികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം വലതുഭാഗത്തൊരു മരത്തിൻ്റെ ബാക്കി ഇപ്പോഴും കാണുന്നുണ്ട്. അതൊക്കെ ഇനി പിഴുത് മാറ്റണം.
പിന്നെ പഴയ പോസ്റ്റുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഇനി എടുത്ത് മാറ്റേണ്ട പണികളൊക്കെ ബാക്കിയാണ്. ഇനി നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പം വലതുഭാഗത്ത് കാണുന്നതാണ് സബ്സ്റ്റേഷൻ. അപ്പം ഇത്രത്തോളം പണികളാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പുരോഗമിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്താണ് അടുത്ത അണ്ടർപാസ്. അടുത്ത അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലം കുറുവന്തോട് ഭാഗത്തായിട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്തായിട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 6 വാൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വലതുഭാഗത്ത് അപ്പുറത്തും ഇപ്പുറത്തും വടക്കേ സൈഡിലും തെക്കേ സൈഡിലുമായിട്ടാണ് ഇപ്പം ഇത് വെച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പം അവിടെ ഇനി മണ്ണിട്ട് ഉയർത്തി വരുന്ന പണികൾ നടക്കാനുണ്ട്. ബാക്കി പകുതി അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള പണികളാണ് ഇനി ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നടക്കാനുള്ളത്. സർവീസ് റോഡിൻ്റെ നിർമ്മാണവും ഇടതു ഭാഗത്തൊക്കെ ആയിട്ട് നടക്കാനുണ്ട്. ഇനി നമ്മൾ നേരെ വണ്ടാനം ഭാഗത്തേക്കാണ് വരുന്നത്. ഇപ്പോൾ കുറുവന്തോട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞേച്ച് വണ്ടാനം വരെ കുറച്ച് നീളത്തിലായിട്ട് ഏകദേശം പണികളൊക്കെ താണ്ട് ഇത്രത്തോളം ആയി കഴിഞ്ഞിരിക്കുകയാണ്. 2 സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണവും പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട 6 വരി പാത കടന്നു പോകുന്ന ഭാഗത്തെ ടാറിങ്ങും ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തേക്ക് പണി പൂർത്തിയാവാനുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പം പോസ്റ്റൊക്കെ എടുത്ത് മാറ്റാനായിട്ട് കുറച്ചും കൂടെയൊക്കെ ബാക്കി നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. കുറച്ച് നീളത്തിലായിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പം കാണാൻ പറ്റും ഇവിടെ വരെയാണ് പണി അത്രത്തോളം വീതിക്ക് കുറച്ച് നീളത്തിലായിട്ട് മാത്രം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വലതുഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ക്രാഷ് ബാരിയർ നിർമ്മാണം ഇടതു ഭാഗത്തൊക്കെ ആയിട്ട് പൂർത്തിയാവാനുണ്ട്. നമ്മളതാണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്ത് വലത്തേ സൈഡിലായിട്ടാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് എൻട്രൻസ് വരുന്നത്. അതിൻ്റെ അടുത്തായിട്ട് നമുക്കിപ്പം നിലവിലെ റോഡിൻ്റെ ഇടതുഭാഗത്തായിട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉള്ള പണികൾ തുടങ്ങിയിരിക്കുകയാണ്. കണ്ടിട്ട് ഇതൊരു ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസ് ആണെന്ന് തോന്നുന്നത്. വെഹിക്കുലർ അണ്ടർപാസ് ആണെന്ന് തോന്നുന്നില്ല. അത്രത്തോളം വീതിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി എന്താവുമെന്ന് നമുക്ക് കുറച്ചും കൂടെ വർക്ക് പണി കഴിഞ്ഞ് കമ്പിയൊക്കെ ഉയർത്തി പണി തുടങ്ങി കഴിയുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ എത്രത്തോളം വലിയ അണ്ടർപാസ്സാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വണ്ടാനം കഴിഞ്ഞ് ഇനി നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ വണ്ടാനം കഴിഞ്ഞേച്ച് പിന്നെ നീർക്കുന്നം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ കുറച്ചും കൂടെ പണി പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ ഇടതുഭാഗത്തായിട്ടാണ് കുറച്ച് വർക്ക് പുരോഗമിച്ചിരിക്കുന്നത്. സർവീസ് റോഡിൻ്റെ നിർമ്മാണവും പിന്നെ ഒരു കുറച്ച് വീതിക്കായിട്ട് തന്നെ 6 വരിപ്പാത വരുന്ന ഭാഗത്തെ ടാറിയും കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്ത് നമ്മുടെ നിലവിലെ പഴയ റോഡ് പകുതിയോളം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം വലതുഭാഗത്ത് ഇപ്പം ആലപ്പുഴ ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങളൊക്കെ വലതുഭാഗത്തുകൂടിയാണ് ഇപ്പം കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് നാളോടെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ഇടത്തോട്ട് അത് മാറ്റാനുള്ള സാധ്യതയുണ്ട്. വലതുഭാഗത്തെ ഇനി പഴയ റോഡ് പൊളിച്ചു മാറ്റി കളയേണ്ടതൊക്കെ പണികളുണ്ട്. നമ്മളിനി നേരെ അമ്പലപ്പുഴ ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ഒരുപാട് പണികൾ ഇനിയും നടക്കാനുണ്ട്. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ഇപ്പോഴും പോസ്റ്റുകളൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റണം. ഒരുപാട് പോസ്റ്റുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നിലനിൽക്കുന്നത് കാണുന്നുണ്ട്. ഈ ഇടതുഭാഗത്ത് ഡ്രൈനേജിൻ്റെയൊക്കെ പണികൾ പുരോഗമിക്കാനുണ്ട്. നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഈ കക്കാഴം വളഞ്ഞുവഴി ഭാഗത്തോട്ടൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളഞ്ഞുവഴി ഭാഗത്ത് അണ്ടർപാസ് വേണമെന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ കക്കാഴം ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് പിന്നെ നമ്മൾ റെയിൽവേ ഓവർ ബ്രിഡ്ജ് കയറാൻ പോവുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് പണികൾ ബാക്കി കിടക്കുകയാണ്. ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും പിന്നെ വലുതായിട്ട് സംഭവിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. പിന്നെ പണി പുരോഗമിക്കുന്നത് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. നമ്മളിനി നേരെ അമ്പലപ്പുഴ ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജ് കയറാൻ പോവുകയാണ്. അപ്പം മുമ്പോട്ട് വരുമ്പം ഇവിടെയൊക്കെ കുറച്ചുകൂടെ മണ്ണടിച്ച് നികത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഗർഡറുകളുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന പണി ഇപ്പം ഗർഡറുകൾ മുകളിലേക്ക് പറക്കി വെക്കുന്ന പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പണികൾ നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് പിയറുകളുടെ നിർമ്മാണവും പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളത് അതിൻ്റെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് എത്രത്തോളം പണികൾ ഈ ഒരു ഭാഗത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ നമ്മൾ അമ്പലപ്പുഴ ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗർഡറുകൾ കണ്ട് നമ്മൾ പാലം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം ഇവിടെയും കുറച്ച് നിർമ്മിച്ച് ഇട്ടിരിപ്പുണ്ട്. നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇടതുഭാഗത്തായിട്ട് കാണുന്ന ഈ കുളം ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമാണ്. അപ്പം അതിൻ്റെ ഒരു 10-15% നികത്തിയെടുക്കേണ്ടതായിട്ട് വരും. കാരണം അതിൻ്റെ മുകളിൽ കൂടിയായിരിക്കും പിന്നെ റോഡ് കടന്നു പോകുന്നത്. നേരെ അമ്പലപ്പുഴ ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പറയത്തക്ക രീതിയിലുള്ള വലിയ പണികളൊന്നും പിന്നെയും പുരോഗമിച്ചിട്ടില്ല. പഴയ പോലെ നേരത്തെ 2 തൂണുകൾ അതേപോലെ തന്നെ നിൽക്കുകയാണ്.
നമുക്കിനി കുറച്ചും കൂടെ വീഡിയോ ഞാൻ തെക്കോട്ട് പോയി തോട്ടപ്പള്ളി എത്തുന്നതിന് മുമ്പ് വരെയുള്ള സ്ഥലത്തെ വരെ എടുത്തിട്ടുണ്ട്. വലുതായിട്ട് അവിടെയും പണിയൊന്നും പുരോഗമിച്ചിട്ടില്ല, എങ്കിലും അത് കാണിച്ചു തരാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.